കണ്ണുനീരെന്നു മാറുമോ, വേദന കേളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദന കേളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദന കേളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദന കേളെന്നു തീരുമോ? ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് വണക്കാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പലവിധമായ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ, രോഗങ്ങൾ, കണ്ണുനീരോടെ കടന്നു വന്ന സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, പല ഭവനങ്ങളിലും പല ദേശങ്ങളിലുമായിരുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഒത്തൊരുമിച്ചുകൊണ്ട് നിന്റെ ആലയത്തിലൊന്ന് കടന്നു വരുവാൻ, സ്വർഗത്തിലെ അപ്പൻ്റെ മുമ്പാകെ ഒന്ന് ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ആയുസ്സിലൊരവസരം നൽകിയ നിന്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, കണ്ണുനീരിൽ ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ടു നിന്ന അവസ്ഥയിലൊക്കെയും തളർന്നു പോകാതെ, ഇല്ലാതെയായി പോകാതെ നീ ഞങ്ങളെ നിർത്തിയ നിന്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം. നീ നടത്തിയത് കൊണ്ട് മാത്രം അടിയങ്ങൾ നടക്കുന്നു, നീ നിർത്തിയത് കൊണ്ട് മാത്രം അടിയങ്ങൾ നിൽക്കുന്നു. പുകഴുവാനായി സ്വന്തമെന്ന് പറയാൻ, കഴിവെന്ന് പറയാൻ ഒന്നുമില്ല. പാപികളും ദോഷികളുമായ ഞങ്ങളോട് നീ കരുണ തോന്നണമേ. തമ്പുരാനെ, പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന ഈ നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ കാണിച്ച വലിയ മനസ്സിന് നീ 30, 60, 100 നീ പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് കൊടുക്കണമേ. ഏത് ഭാരത്തോടാണോ, ഏത് പ്രതിസന്ധിയോടാണോ നിന്റെ മക്കൾ നിന്റെ ആലയത്തിലേക്ക് കടന്നു വന്നത്, അവനവൻ്റെ ഭാരത്തിന് തക്കവണ്ണം, പ്രതിസന്ധികൾക്ക് തക്കവണ്ണം ഓരോ വ്യക്തികളുടെ മേലും നീ ഇടപെടണമേ. മനുഷ്യനോ മുഖം നോക്കി വിലയിരുത്തുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കി വിലയിരുത്തുന്നു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവമേ, നിന്റെ ജനത്തോട് നീ കരുണ തോന്നണമേ. നിന്റെ പുരോഹിതന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ഇടവകയെ നയിക്കാനുള്ള ദൈവകൃപ നിന്റെ മക്കൾക്ക് നീ കൊടുക്കണമേ. അവിടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, അവിടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. പാപിയായ അടിയന് നീ ശക്തി തരണമേ. സകലതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമ മഹത്വത്തിനായിട്ട് തന്നെ. ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വളരെയേറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ മഹാ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആൻഡ്രൂസ് അച്ഛൻ, സഹവികാരിമാരായിരിക്കുന്ന ശ്രേഷ്ഠരായ വൈദികരെ, എന്നെക്കാളും അനുഭവം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ജ്ഞാനം കൊണ്ട് ശ്രേഷ്ഠരായ മാതാപിതാക്കളെ, ഒരിക്കൽ കൂടി ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരവസരം നൽകിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു രാജാവിൻ്റെ രാജസന്നദ്ധിയിലുണ്ടല്ലോ, ദരിദ്രനായ ഒരു ഭൃത്യൻ അങ്ങനെ കടന്നു ചെന്നിട്ട് രാജാവിനോട് പറയുകയാണ്, രാജാവെ, സ്വന്തമെന്ന് പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ജീവിക്കാനായി വലിയ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പോവുകയാണ്. ഉടനെ രാജാവ് പറയുകയാണ്, ആരാണ് പറഞ്ഞത് നിനക്ക് സ്വന്തമായിട്ടൊന്നുമില്ല എന്ന്? നിന്റെ കയ്യിലുള്ള സമ്പത്ത് നീ എനിക്ക് ദാനമായിട്ട് നൽകിയാൽ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് ദാനമായിട്ട് നൽകാം.
ഉടനെ ദരിദ്രൻ പറയുകയാണ്, എന്താണ് എൻ്റെ കൈ സ്വന്തമായിട്ടുള്ളത്? രാജാവ് പറയുകയാണ്, ദൈവം നിനക്ക് 2 കണ്ണുകൾ ദാനമായി നൽകിയിട്ടുണ്ട്, ഒരു കണ്ണ് നീ എനിക്ക് ദാനമായിട്ട് നൽകുക. ദൈവം നിനക്ക് 2 കൈകൾ നൽകിയിട്ടുണ്ട്, ഒരു കൈ എനിക്ക് ദാനമായി നൽകുക. ദൈവം നിനക്ക് 2 കാലുകൾ നൽകിയിട്ടുണ്ട്, ഒരു കാല് നീ എനിക്ക് ദാനമായിട്ട് നൽകുക. ദൈവം നിനക്ക് 2 ആൺമക്കളെ നൽകിയിട്ടുണ്ട്, ഒരു മകനെ നീ എനിക്ക് ദാനമായിട്ട് നൽകുക. അപ്പോഴാണ് ഈ ഭൃത്യൻ പറയുന്നത്, എന്തുമാത്രം സമ്പത്ത് കൊണ്ടാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചേക്കുന്നത്. കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ആരും ഒരിക്കലും പരിഭവപ്പെടരുത്. നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ആരും ഒരിക്കലും പരിഭവപ്പെടരുത്. സഫലമാകാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ആരും ഒരിക്കലും പരിഭവപ്പെടരുത്. നടത്തിയ കാര്യങ്ങളെ ഓർത്ത് തമ്പുരാന്റെ മുമ്പാകെ നന്ദി സ്തോത്രമുള്ളവരാകണം. 50 വയസ്സിന് മുകളിലുള്ളവരാണല്ലോ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും. 10, 60, 80 വയസ്സുള്ളവരുടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മളൊന്ന് ഓർത്തു നോക്കുക. ചോദിച്ചിട്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളെക്കാളും കൂടുതൽ ചോദിക്കാതെ കിട്ടിയ കാര്യങ്ങളാണ്. മനസ്സിലാകുന്നു? ദൈവത്തിന്റെ സന്നദ്ധി ചോദിച്ചിട്ട് കിട്ടിയ കാര്യങ്ങളെക്കാളും കൂടുതൽ, ഉറക്കെ പറ, ചോദിക്കാതെ കിട്ടിയ കാര്യമാണ്. ഓർക്ക മാതാപിതാക്കൾ, ഇതിനേക്കാൾ വലിയ മഹത്വം നമുക്കുണ്ടോ? മക്കള് നമ്മുടെ ജീവിതയാത്രയിൽ വന്നു ചേർന്നു, ആരോഗ്യം നമ്മുടെ ജീവിതയാത്രയിൽ വന്നു ചേർന്നു. ഈ ശ്വാസം, ഈ ആലയത്തിൽ വരാൻ പറ്റിയ ശ്വാസം, ജീവന്റെ തുടുപ്പ് തന്നെ ചോദിക്കാതെ ദൈവം നൽകിയ കരുണയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ കിട്ടാത്ത കാര്യങ്ങളെ ഓർത്തോ നടക്കാത്ത കാര്യങ്ങളെ ഓർത്തോ നമ്മൾ ആരും ഒരിക്കലും പരിഭവപ്പെടരുത്. നടത്തിയ കാര്യങ്ങളെ ഓർത്ത്, നടത്തുന്ന കാര്യങ്ങളെ ഓർത്ത് തമ്പുരാന്റെ മുമ്പാകെ നന്ദി സ്തോത്രമുള്ളവരാകണം. അപ്രകാരം ഒരു പ്രതിസന്ധിയിൽ തളരാതിരുന്ന ഒരു ഗൃഹസ്ഥനെയാണ് ഈ പകൽക്കാലം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം നമുക്കെല്ലാം പരിചിതമാകുന്നതും പലവട്ടം വായിച്ചിട്ടുള്ളതും ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുമുള്ളതുമായ കാനാവിലെ കല്യാണമാണ് വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത, കർത്താവിൻ്റെ സാന്നിധ്യം, ഒത്തിരി വട്ടം ആ വേദഭാഗത്തിൽ നിന്ന് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ വേദഭാഗത്തിൽ പറയപ്പെടാത്തൊരു കഥാപാത്രമുണ്ട്. എന്നാൽ പ്രധാന കഥാപാത്രവുമാകുന്ന ഒരു മനുഷ്യനെയാണ്, ഒരു ഗൃഹസ്ഥനെയാണ് ഈ പകൽക്കാലം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആരായിരിക്കാം ആ പ്രധാന കഥാപാത്രം? ഒരു ഭവനത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നതും കണക്ക് കൂട്ടുന്നതും അപ്പനാണോ അമ്മയാണോ? വീട്ടിൽ മക്കളുടെ കല്യാണം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓടുന്നതും ഏറ്റവും കൂടുതൽ കണക്ക് കൂട്ടുന്നതും സ്വപ്നം കാണുന്നതും അപ്പനാണോ അമ്മയാണോ? ആരാണ്? അപ്പനാണ്. മക്കളുടെ കല്യാണത്തിന് വേണ്ടി ആ സമ്പത്ത് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് അമ്മയുടെ സമ്പത്താണോ അപ്പൻ്റെ സമ്പത്താണോ? ആരുടെ അധ്വാനമാണ്? അപ്പൻ്റെയാണ്. അപ്പൻ്റെ നെറ്റിയിലെ വേർപ്പാണ്. അങ്ങനെയെങ്കിൽ ഒരു വിവാഹത്തിന് ഒരു തടസ്സമുണ്ടാകുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു കുടുംബത്തിൽ വേദന വരുമ്പോൾ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതും അപമാനിക്കപ്പെടുന്നതും തകരുന്നതും ആരായിരിക്കാം? ഏറ്റവും കൂടുതൽ ആരായിരിക്കാം? അപ്പനാണ്. അങ്ങനെയെങ്കിൽ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോകാതെ വരുമ്പോൾ ഒരു തകരുന്ന അപ്പനെയോ പുറുപുറുക്കുന്ന അപ്പനെയോ നമ്മൾ അവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. പലപ്പോഴും പല മക്കളും ചോദിക്കും, പ്രായമായി വരുമ്പോൾ വാർദ്ധക്യത്തിലിരിക്കുന്ന അപ്പനോട്, എൻ്റെ അപ്പൻ എനിക്ക് എന്ത് സമ്പാദിച്ചു തന്നു എന്ന് പല മക്കൾക്കും തോന്നും. അങ്ങനെ ഏതെങ്കിലും മക്കളുടെ ഉള്ളിൽ തോന്നലുണ്ടാകുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ അപ്പൻ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അപ്പൻ്റെ 2 ഉപ്പൂറ്റി നീ ഒന്ന് നോക്കണം. അതങ്ങനെ വിണ്ടുകീറി വികൃതമായിട്ടുണ്ടെങ്കിൽ മകനെ, നിനക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ നിന്റെ അപ്പൻ നടന്നതിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. നിന്റെ അപ്പന് നിനക്ക് എന്ത് സമ്പാദിച്ചു എന്നൊരു തോന്നൽ നിനക്കുണ്ടാകുമ്പോൾ നിന്റെ അപ്പൻ്റെ 2 കൈകളും നോക്കിയാൽ മതി. അതങ്ങനെ തഴമ്പ് പിടിച്ചു വികൃതമായിട്ടുണ്ടെങ്കിൽ മക്കളെ, നിനക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചത് കൊണ്ട് മാത്രമാണ്. നിന്റെ അപ്പൻ്റെ തലയിൽ ഓരോ മുടിയും കൊഴിഞ്ഞു പോയി അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഓർക്കണം മകനെ, നിനക്ക് വേണ്ടിയിട്ട് നിന്റെ മകൻ അപ്പൻ ചുമ്മിയത് കൊണ്ടാണ് ഈ തല ഇങ്ങനെ ആയത്. പലപ്പോഴും ഓർക്കണം. ഭാര്യയുടെ കാര്യം നടത്തും, മക്കളുടെ കാര്യം നടത്തും, മറന്നു പോകുന്നത് സ്വന്തം കാര്യങ്ങൾ മാത്രമാണ്. മനസ്സിലാകുന്നു? ഭാര്യയ്ക്ക് 5-6 വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കും, മക്കൾക്കെല്ലാം പുത്തൻ കോടി മേടിച്ചു കൊടുക്കും. വസ്ത്രങ്ങളുടെ എണ്ണം പലപ്പോഴും കുറയുന്നത് ആരുടേതായിരിക്കാം?
അപ്പൻ്റെയാണ്. ഏറ്റവും കൂടുതൽ പഴകിയ വസ്ത്രം എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നതും ആരാകാം? അപ്പനാകാം. കയ്യിൽ പണമുണ്ടായിട്ടും ദരിദ്രനെ പോലെ കഴിയുന്ന പല അപ്പന്മാരും, മനസ്സിലാകുന്നു? കയ്യിൽ പണമുണ്ടായിട്ടും ദരിദ്രനെ പോലെ കഴിയുന്നത് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ മാലപ്പടക്കം പോലെ ഒന്നിന്റെ പിന്നാലെ ഒന്നായി അങ്ങനെ ഓരോ കടമകൾ നിർവഹിക്കപ്പെടുന്നത് കൊണ്ടാണ് പല അപ്പന്മാരും ദരിദ്രനെ പോലെ പണമുണ്ടായിട്ടും കഴിയുന്നത്. എന്നു തീരും ഈ അപ്പന്റെ പ്രാരാബ്ദം? എന്ന് തീരും ഒരപ്പന്റെ പ്രാരാബ്ദം? മരിക്കണം. മനസ്സിലാകുന്നു? കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്ന ഒരപ്പന്റെ പ്രാരാബ്ദം, ഒരപ്പന്റെ ഉത്തരവാദിത്ത ബോധം എന്ന് തീരും? അവൻ മരിക്കണം. മരിക്കാൻ ഒരു ഗൃഹസ്ഥനെ പേടിപ്പെടുത്തുന്നതും എന്താണ്? അനാഥമാക്കപ്പെടുന്ന ഭാര്യയും പിള്ളാരെയും ഓർത്തിട്ട. മനസ്സിലാകുന്നു? മരണഭയമല്ല അപ്പനെ മരിക്കാൻ പേടിപ്പിക്കുന്നത്. അനാഥമാക്കപ്പെടുന്ന ഭാര്യയും മക്കളെയും ഓർത്തിട്ടാണ് പല ഗൃഹസ്ഥരും മരിക്കാൻ പേടിക്കുന്നത്. ഒരു 10-20 വർഷക്കാലം ജീവിച്ചൊരു ദാമ്പത്യ ജീവിതം, എങ്ങനെയോ മക്കൾ 2 ഉണ്ടായി. ഇപ്പം ഡൈവോഴ്സ് കേസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കോടതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഭർത്താവ് ഇത്രയുള്ള കാലഘട്ടത്തിലുണ്ടല്ലോ 55 ലക്ഷം രൂപ, വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാ. ഈ 10-20 വർഷക്കാലത്തിനുള്ളിൽ 55 ലക്ഷം രൂപയോളം ഭാര്യയുടെ പിള്ളേരുടെയും പേരിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. 40 പവൻ സ്വർണം ആ ഭാര്യയ്ക്കും പിള്ളേർക്കും വേണ്ടി ആ മനുഷ്യൻ സമ്പാദിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോടതി വന്നപ്പോൾ ആ ഭാര്യ പറയുകയാണ്, ഇദ്ദേഹം ഒരു ഭർത്താവല്ല. മനസ്സിലാകുന്നു? ഇദ്ദേഹം ഒരു ഭർത്താവല്ല. പല സ്ത്രീകൾക്കും ഉണ്ടൊരു കുഴപ്പം. ഭർത്താവിന്റെ പണവും സ്വത്തും വേണം. ആരെ വേണ്ട? ഉറക്കെ പറ. ഭർത്താവിനെ വേണ്ട. അയാളെ കൊള്ളത്തില്ല. അയാളുടെ പണം വേണം. അയാളുടെ പിള്ളേർക്കും ഭാര്യയ്ക്കും അയാളുടെ പണവും വേണം, സമ്പത്തും വേണം, വീടും വേണം. അയാൾ മാത്രം കൊള്ളത്തില്ല. ഈ കോടതി വരുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഭാര്യയ്ക്കും പിള്ളേർക്കും ആര് ജീവനാംശം കൊടുക്കണം? ഭർത്താവ്. എന്തോ ഗതിയാന്ന് ഓർത്ത് നോക്കുക. 2 പേര് ഒരുമിച്ച് തിന്നു, ഒരുമിച്ച് സന്തോഷിച്ച് അവസാനം പ്രാരാബ്ദം ആരുടെ മേലാ വരുന്നത്? ഭർത്താവിന്റെ മേലാ വരുന്നത്. എന്തോ ഒരു ഗതികേടാണ്. ഭർത്താവിനെ വേണ്ടാത്തവൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് ആഗ്രഹിക്കുന്നത്? മനസ്സിലാകുന്നു? ഭർത്താവിനെ വേണ്ടാത്ത, അപ്പനെ വേണ്ടാത്ത മക്കളെ നീ എന്തിനാണ് നിന്റെ അപ്പന്റെ അമ്മയുടെ സമ്പത്ത് നീ ആഗ്രഹിക്കുന്നത്? അവരെ വേണ്ടെങ്കിൽ നീ തന്നെ അധ്വാനിച്ച് കഴിയണം. മനസ്സിലാകുന്നു? അവരെ നോക്കാനും കരുതാനും വയ്യെങ്കിൽ നീ തന്നെ അധ്വാനിച്ച് കഴിയണം. അപ്പന്റെ അമ്മയുടെ സമ്പത്തിൽ മേടിക്കാത്തവൻ അല്ലെങ്കിൽ മേടിക്കുന്നവൻ അവനെ കരുതാനും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഓർക്കുക, കാനാവിലെ കല്യാണത്തിലെ ഗൃഹസ്ഥൻ അങ്ങനെ വീഞ്ഞു തീർന്നു പോകുമ്പോൾ പുറുപുറുക്കുന്നില്ല, പരിഭവപ്പെടുന്നില്ല. 3-4 ബോധ്യങ്ങളാണ്, 3-4 ബലപ്പെടുത്തലുകളാണ് ആ മനുഷ്യനെ അങ്ങനെ തകരാതെ നിർത്തുന്നത്. ആധുനിക കാലഘട്ടത്തിൽ പല കുഞ്ഞുങ്ങളും അങ്ങനെ ആത്മഹത്യ ചെയ്യുമല്ലോ. ഞാൻ ഓർക്കുകയായിരുന്നു, ആത്മഹത്യ ചെയ്യാനായി ഒരു പ്രതിസന്ധി വരുമ്പോൾ ആത്മഹത്യ ചെയ്യാനായിരുന്നെങ്കിൽ ഈ അച്ഛനിൽ നീ ഇവിടെ ഉറക്കെ പറ കാണുകയില്ല. പ്രതിസന്ധി വരുമ്പോൾ ആത്മഹത്യ ചെയ്യാനായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും ഇന്ന് കാണുമായിരുന്നോ? കാണുകയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ തളരാതിരുന്ന ഒരു ഗൃഹസ്ഥനെയാണ് ഈ പകൽക്കാലം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഗൃഹസ്ഥൻ തളരാതിരിക്കുന്നെങ്കിൽ 3-4 കാര്യങ്ങൾ. 1, യഹോവയാകുന്ന ദൈവത്തിന്റെ കരമാണ് തന്നെ നടത്തുന്നതെന്ന ബോധ്യം. പ്രതിസന്ധികളുടെ നടുവിൽ ഈ ഗൃഹസ്ഥൻ തളരാതിരുന്നത് എന്താണെന്നറിയാമോ? യഹോവയാകുന്ന ദൈവത്തിന്റെ കരമാണ് തന്നെ നടത്തുന്നതെന്ന ബോധ്യം. യഹോവയാകുന്ന ദൈവത്തിന്റെ കരം എങ്ങനെയാണ് തന്നെ നടത്തുന്ന ബോധ്യം ഒരു മനുഷ്യനുണ്ടാകുന്നത്? ഹൃദയം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പങ്കുവെക്കുന്നവന് മാത്രമേ യഹോവയാകുന്ന ദൈവത്തിന്റെ കരമാണ് തന്നെ നടത്തുന്നതെന്ന ബോധ്യം ഉണ്ടാകത്തുള്ളൂ. ഹൃദയം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പങ്കുവെക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മനസ്സിലാകുന്നു? എന്താണ് പ്രാർത്ഥന? എൻ്റെ ഹൃദയത്തെ ദൈവത്തിന്റെ മനസ്സിലേക്കും ദൈവത്തിന്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തിലേക്ക് പകരുന്നതുമാണ് പ്രാർത്ഥന. എൻ്റെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്കും ദൈവത്തിന്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തിലേക്ക് പകരുന്നതുമാണ് പ്രാർത്ഥന. 1 ശമൂവേൽ 1-ാം അധ്യായം. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ. ആരൊക്കെയായിരുന്നു? ഹന്നായും പെനീനായും. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. ഹന്ന ഇങ്ങനെ പലവട്ടം മക്കളില്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെട്ട് മുഖം അങ്ങനെ വാടിയിരിക്കുമ്പോൾ എൽക്കാന ചെന്ന് പറയും, 10 മക്കളുടെ സ്നേഹം വാരിക്കോരി ഞാൻ നിനക്ക് തരുന്നില്ലേ? എന്നിട്ട് ഹന്ന, നിന്റെ മുഖം എന്താണ് ഇങ്ങനെ വാടിയിരിക്കുന്നത്?
ഒരു ദിവസം ദേവാലയത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ഹന്ന ഇങ്ങനെ നിലവിളിച്ചു കരയുകയാണ്. ഏലി പുരോഹിതൻ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹന്ന ഇങ്ങനെ പുറുപുറുക്കിയ, ചുണ്ടനങ്ങുന്നതേ ഉള്ളൂ, ശബ്ദമൊന്നും പുറത്തോട്ട് വരുന്നില്ല. മനസ്സിലാകുന്നോ? ചുണ്ട് ഇങ്ങനെ അനങ്ങുന്നതേ ഉള്ളൂ, ശബ്ദമൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഏലി പുരോഹിതൻ കരുതി ഹന്ന വീഞ്ഞോ മദ്യമോ കഴിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ഇങ്ങനെ പുലമ്പുകയാണ് എന്ന്. ഹന്ന ഏലി പുരോഹിതന് പറയുന്ന ഒരു മറുപടി ഉണ്ട്. യജമാനനെ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല. എന്റെ ഹൃദയം, ഉറക്കെ പറ, എന്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. എന്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധി പകരുകയത്രേ ചെയ്തത്. അപ്പോ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? എന്തു പകരുന്നതാണ്? ഉറക്കെ പറ, ഹൃദയം പകരുന്നതാണ്. മാതാപിതാക്കളെ, എന്റെ സ്വർഗത്തിലെ അപ്പന്റെ മുമ്പാകെ എന്റെ ഹൃദയം ഒന്ന് പകരാൻ രണ്ടാമതൊരു മനുഷ്യന്റെ ഔദാര്യം വേണ്ട, രണ്ടാമതൊരു മനുഷ്യന്റെ സാന്നിധ്യം വേണ്ട, രണ്ടാമതൊരു മനുഷ്യന്റെ സഹായം വേണ്ട. ആരുടെയും ഔദാര്യമില്ലാതെ, ആരുടെയും സാന്നിധ്യമില്ലാതെ, ആരുടെയും സഹായമില്ലാതെ എന്റെ സ്വർഗത്തിലെ അപ്പന്റെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരാനുള്ള ഒരു അവകാശം എനിക്കുള്ളിടത്തോളം കാലം ഒരിക്കലും നമ്മൾ തകർന്നു പോകരുത്. രണ്ടാമതൊരു മനുഷ്യന്റെ സാന്നിധ്യമോ അവകാശമോ ഔദാര്യമോ ഇല്ലാതെ എന്റെ സ്വർഗത്തിലെ അപ്പനോട് എനിക്കിഷ്ടമുള്ള സമയത്ത് എന്റെ ഹൃദയം ഒന്ന് പകരാൻ രണ്ട് കരവും നീട്ടി എന്റെ സ്വർഗത്തിലെ അപ്പൻ നിൽക്കുന്നിടത്തോളം കാലം പ്രതിസന്ധികളുടെ മുമ്പിൽ നമ്മളാരും തകർന്നു പോകരുത്. എന്റെ ജനമേ, ഇവിടെ കാനാവിലെ കല്യാണത്തിലെ ഗൃഹസ്ഥൻ തകരാതിരുന്നത് ആരുടെ കരം നടത്തുന്നത് കൊണ്ടാണ്? ദൈവത്തിന്റെ കരം നടത്തുന്നു എന്ന ബോധ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിലുണ്ടല്ലോ, യോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ വേദഭാഗത്തിൽ പലവട്ടം പറയുന്നുണ്ട്, യോസഫിനെ യഹോവയാകുന്ന ദൈവം നടത്തി, യോസഫിന്റെ കൂടെ യഹോവയാകുന്ന ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. ഫറവോൻ തന്നെ പറയുന്നുണ്ട്, അവന്റെ മുഖം കണ്ടാൽ ഒരു ദൈവപുരുഷനെ പോലെ മുഖം അങ്ങനെ ശോഭിക്കുന്നുവെന്ന്. പക്ഷേ ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇയ്യോബ് കഴിഞ്ഞാൽ ഇത്രത്തോളം കഷ്ടത അനുഭവിച്ചൊരു മനുഷ്യൻ വേദപുസ്തകത്തിലില്ല. മനസ്സിലാകുന്നോ? ഇത്രത്തോളം രക്തബന്ധത്തിലുള്ളവർ കഷ്ടപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, ഇല്ലാതാക്കാൻ ദ്രോഹം ലഭിച്ച വേറൊരു മനുഷ്യൻ വേദപുസ്തകത്തിലില്ല. എന്നിട്ടും വേദപുസ്തകം പറയുകയാണ്, യോസഫിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ഉറക്കെ പറ, ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. ദൈവം ഉണ്ടെങ്കിൽ എന്തുണ്ടാകണം? സമ്പത്തുണ്ടാകണം. ദൈവം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? രോഗം ഉണ്ടാകരുത്. ദൈവം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? ഒരു പ്രയാസവും മാനസിക പ്രയാസവും ഉണ്ടാകരുത്. ദൈവമുള്ള യോസഫ്, ദൈവം കൂടെയുള്ള യോസഫ് അനുഭവിക്കാത്ത ഒരു ദുരിതവും ഇല്ല. മനസ്സിലാകുന്നു? അപ്പോൾ ദൈവത്തിന്റെ നടത്തിപ്പ് എന്താണ്? 3-4 കാര്യങ്ങളിലാണ്. അകലം പാലിക്കേണ്ട ചില മമതകളിൽ നിന്ന് യോസഫിനെ അകലം പാലിക്കാൻ ഇടയാക്കിയത് ആരുടെ കരം കൂടെയുള്ളത് കൊണ്ടാണ്? ഉറക്കെ പറ, ദൈവത്തിന്റെ കരം. സുന്ദരനും കോമളരൂപിയുമാകുന്ന യോസഫ് പൊത്തിഫേറിന്റെ ഭാര്യയ്ക്ക് വശംവദനാകാതെ വരുമ്പോൾ ചെയ്യാത്ത തെറ്റിന് യോസഫിനെ അങ്ങനെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയാണ്. അകലം പാലിക്കേണ്ട ചില മമതകളിൽ നിന്ന് അകലം പാലിക്കാൻ യോസഫിനെ ഇടയാക്കിയത് ആരുടെ കരം കൂടെ ഉള്ളത് കൊണ്ടാണ്? യഹോവയാകുന്ന ദൈവത്തിന്റെ കരം. ചില ദുഷ്ടതകൾ പ്രവർത്തിക്കാതിരിക്കണമെങ്കിൽ, അന്യായമായത് ആരുടെയും പിടിച്ചു പറിക്കാതിരിക്കണമെങ്കിൽ, ഒരു നിരപരാധിയെയും ദ്രോഹിക്കാതിരിക്കണമെങ്കിൽ, ഒരു മനുഷ്യനെ കണ്ണുനീര് കുടിപ്പിക്കാതിരിക്കണമെങ്കിൽ ആരുടെ കരം കൂടെ വേണം? ഉറക്കെ പറ, ദൈവത്തിന്റെ കരം. ജീവിതയാത്രയിൽ അന്യായം ചെയ്യാതിരിക്കണമെങ്കിൽ ആരുടെ കരം കൂടെ വേണം? ദൈവത്തിന്റെ കരം. ജീവിതയാത്രയിൽ ആരെയും ദ്രോഹിക്കാതിരിക്കണമെങ്കിൽ ആരുടെ കരം വേണം? ദൈവത്തിന്റെ കരം. അകലം പാലിക്കേണ്ട ചില മമതകളിൽ നിന്ന്, അകലം പാലിക്കേണ്ട ചില ദുഷ്ടതകളിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കണമെങ്കിൽ ആരുടെ കരം വേണം? ദൈവത്തിന്റെ കരം. രണ്ടാമത്, ഒറ്റപ്പെട്ടു എന്ന തോന്നലിന്റെ നടുവിൽ ഒറ്റപ്പെട്ടില്ല എന്ന തോന്നലുണ്ടായത് ആരുടെ കരം കൂടെ ഉള്ളത് കൊണ്ടാണ്? ദൈവത്തിന്റെ കരം. എവിടെയാണ് ഒറ്റപ്പെട്ടത്? അങ്ങനെ പൊട്ടക്കിണറ്റിലേക്ക് യോസഫിനെ കൊണ്ടിടുമ്പോൾ സഹോദരങ്ങളുടെ 9 18 കരങ്ങൾ ഇങ്ങനെ കിണറ്റിന്റെ കരയിൽ നിപ്പുണ്ട്. മനസ്സിലാകുന്നു? കിണറ്റിന്റെ കരയിൽ നിപ്പുണ്ട്. യോസഫ് കരുതി രക്തബന്ധത്തിൽപ്പെട്ട ഒറ്റപ്പന്റെ മക്കളാണ്, ഒരുത്തനെങ്കിലും തന്നെ കൈ നീട്ടിയൊന്ന് രക്ഷിക്കും. മനസ്സിലാകുന്നു? കൂടപ്പിറപ്പായ ഒരുത്തനെങ്കിലും എന്നെ ഒന്ന് കൈ നീട്ടി രക്ഷിക്കും. നമ്മുടെ ജീവിതയാത്രയിലും നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതേക്കുന്ന ആരാണ്?
നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചേക്കുന്ന ആരാണ്? നമുക്കുള്ളവർ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മളെ ദ്രോഹിച്ചേക്കുന്നതും വേദനിപ്പിച്ചേക്കുന്നതും നമുക്കുള്ളവർ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് മാതാപിതാക്കളെ. 10 ഏക്കർ സമ്പത്ത് മേടിക്കാനുള്ള സമ്പന്നനായിരിക്കുമ്പോഴും അയലത്തെ സഹോദരന്റെ ഒരു വിരക്കടയുള്ള വസ്തുവിന് വേണ്ടി കേസിട്ട് നമ്മുടെ ഒരു ആയുസ് കളയും. മനസ്സിലാകുന്നു? 1000 തെങ്ങും തോപ്പുള്ള ഒരു പുരയുടെ സ്വന്തമായിട്ടുള്ളപ്പോഴും അയൽക്കാരന്റെ അയലത്ത് നിൽക്കുന്ന ഒരു തെങ്ങിന് വേണ്ടി നമ്മുടെ ആയുസ് കളയും. തികഞ്ഞു എന്ന് തോന്നിയാലുണ്ടല്ലോ, മനസ്സിനെ അങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അങ്ങനെ കണ്ണടയ്ക്കണം. ചിലർ അഭിമാന പ്രശ്നമാണ്, ചിലർ മാന്യത വെക്കും, ചിലർ അഹങ്കാരം വെക്കും. മനസ്സിന് സമാധാനം കെടുത്തുന്ന ചിലത് അങ്ങനെ ഒഴിവാക്കണം, എന്നാലേ സമാധാനം കിട്ടത്തുള്ളൂ. നമ്മുടെ സമാധാനത്തിൻ്റെ, മനസ്സിൻ്റെ സമാധാനക്കേടിൻ്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. ഇവിടെ ഓർക്കേണ്ട കാര്യം, സഹോദരങ്ങൾ അങ്ങനെ നിൽക്കുക, ഒരുത്തരെങ്കിലും തന്നെ രക്ഷിക്കുമെന്ന് കരുതി ആര് യോസഫിനെ സഹായിച്ചില്ല. ഒറ്റപ്പെട്ടു എന്ന തോന്നലിന്റെ നടുവിൽ യോസഫ് ഒറ്റപ്പെട്ടില്ല. ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം ഉണ്ടാക്കിയത് ആരുടെ കരം കൂടെ ഉള്ളത് കൊണ്ടാണ്? ദൈവത്തിന്റെ കരം. മൂന്നാമത് പ്രതികാരം ചെയ്യാനുള്ള അധികാരം തൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോഴും സഹോദരങ്ങളെ ഹൃദയത്തോടെ ചേർത്ത് നിർത്തിയത്, ക്ഷമിക്കാൻ പറ്റിയത് ആരുടെ കരം കൂടെയുള്ളത് കൊണ്ടാണ്? ദൈവത്തിന്റെ കരം. അതെങ്ങനെയാണ്? മന്ത്രിപദത്തിലേക്ക് തൻ്റെ ഭാര്യ ഒഴിച്ച് സർവാധികാരത്തോടും കൂടിയിരിക്കുന്ന യോസഫ് സഹോദരങ്ങൾ തിരിച്ചറിയുമ്പോൾ വാളിന്റെ വായ്ത്തലയാൽ തങ്ങളെ ഇല്ലാതെ വക്കുമെന്നോർത്ത് മാറി ഭയപ്പെട്ടു നിൽക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് യോസഫ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അല്ലയോ സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ക്ഷാമകാലത്ത് ക്ഷേമമായി നിങ്ങളെ പോറ്റാൻ യഹോവയാകുന്ന ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇവിടെ കൊണ്ടാക്കി വച്ചിരിക്കുന്നു. മനസ്സിലാകുന്നു? ക്ഷാമകാലത്ത് ക്ഷേമമായി നിങ്ങളെ പോറ്റാൻ യഹോവയാകുന്ന ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇവിടെ കൊണ്ടാക്കി വച്ചിരിക്കുന്നു. ഭൂമിയിൽ ഏത് മനുഷ്യനാ ഇങ്ങനെ പറയാൻ പറ്റുന്നു? ഇത്രയും ദ്രോഹിച്ച, കണ്ണുനീര് കുടിപ്പിച്ച, ഒറ്റപ്പെടുത്തിയ സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ക്ഷേമമായിട്ട് പോറ്റാനാ ഞാൻ ഈ കഷ്ടത മുഴുവൻ അനുഭവിച്ചത്. പ്രതികാരം ചെയ്യാനായി, വാളിന്റെ വായ്ത്തലയാൽ ഇല്ലാതാക്കാനായി എല്ലാ അധികാരമുള്ളപ്പോഴും ആ ഹൃദയത്തോട് അങ്ങനെ ചേർത്ത് നിർത്താൻ പറ്റിയത് ആരുടെ കരം കൂടെ ഉള്ളത് കൊണ്ടാണ്? ഓർക്കപ്പറ, ദൈവത്തിന്റെ കരം. അകലം പാലിക്കാൻ, ഒറ്റപ്പെട്ടില്ല എന്ന തോന്നലുണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റിയത് ദൈവത്തിന്റെ കരം കൂടെ ഉള്ളത് കൊണ്ടാണ്. നമ്മളും പറയും, ദൈവത്തിന്റെ കരമാണ് എന്നെ നടത്തുന്നു എന്ന്. ദൈവത്തിന്റെ കരമാണ് എന്നെ നടത്തുന്നത് എന്ന് പറയുന്ന മനുഷ്യ, മറ്റുള്ളവന്റെ മുമ്പിലും നമ്മൾ ദൈവത്തിന്റെ കരമാകാൻ പറ്റണം. മനസ്സിലാകുന്നു? ദൈവത്തിന്റെ കരമാണ് തന്നെ നടത്തുന്നതെന്ന് പറയുന്ന ഞാനും നിങ്ങളും മറ്റുള്ളവന്റെ മുമ്പാകെ ദൈവത്തിന്റെ കരമാകാൻ പറ്റണം. അതെങ്ങനെയാണ്? ഞാൻ നെരണം ദേശത്തു കൂടി ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുമ്പോൾ കൂനിയായ ഒരു വിധവയായ സ്ത്രീ അവശതയോട് അങ്ങനെ നടന്നു പോവുകയാണ്. കണ്ട് എൻ്റെ മഹത്വമല്ല, അനുഭവമാണ്. ചേർത്ത് നിർത്തി ഒരു 100 രൂപ അങ്ങനെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് കൈകൾ കൂപ്പി എന്നോട് പറയുക, അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരു ഓർത്തഡോക്സുകാരന് ഇങ്ങനെ കൈകൂപ്പി കണ്ണ് നിറഞ്ഞു പറഞ്ഞിട്ടില്ല, അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ആരാണ് എൻ്റെ ജനമേ ദൈവം? ആരാണ് എൻ്റെ ജനമേ ദൈവം? കണ്ണ് നിറഞ്ഞ് കൈകൂപ്പി അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ദൈവത്തിന്റെ കണ്ണ് കാണണമെങ്കിൽ ഒരു ദരിദ്രൻ കൈ നീട്ടുമ്പോൾ അവനെ സഹായിക്കണം. മനസ്സിലാകുന്നോ? ദൈവത്തിന്റെ മുഖം കാണണമെങ്കിൽ ആരെങ്കിലും കൈ നീട്ടുമ്പോൾ നമ്മൾ അവനെ അങ്ങനെ സഹായിക്കണം. കൂട്ടിവെച്ചിട്ട് കാര്യമില്ല എന്ന് പഠിപ്പിച്ച 2 അനുഭവമാണ്. ഒന്ന് 18 ഒരു വെള്ളപ്പൊക്കമാണ്. ഞങ്ങളുടെ വീവരം ദേശം മേൽപ്പാടം മുഴുവൻ അങ്ങനെ മുങ്ങിത്താന്ന് നിന്നൊരവസ്ഥയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ സമയത്ത് വിദേശത്ത് കഴിയുന്ന പല സഹോദരങ്ങളും എന്നെ വിളിച്ചിട്ട് പറയും, എൻ്റെ അച്ഛാ
എൻ്റെ അപ്പൻ അയലത്ത് കിടക്കുന്നു, അമ്മ അയലത്ത് കിടക്കുന്നു, എൻ്റെ പ്രിൻസച്ചൻ പോയെന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയും. ഞാൻ ഓർക്കുകയായിരുന്നു, ഇവനൊക്കെ അവധിക്ക് വരുമ്പോഴുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ 50 വട്ടം തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നടക്കും. അന്നേരം ഈ കത്തനാർ ഏതാന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പനും അമ്മയും മുങ്ങിത്താഴാൻ നേരത്ത് പറയും, ഞാൻ പോയി. കഷ്ടകാലം വരുമ്പോൾ മതിയോ അയൽക്കാരൻ? മനസ്സിലാകുന്നോ? കഷ്ടകാലം വരുമ്പോൾ മതിയോ ഇടവകക്കാരൻ? നമ്മുടെ നല്ല കാലത്തിൽ കഷ്ടകാലം അനുഭവിക്കുന്നവനെ നമ്മളൊന്ന് കരുതിയാൽ, സ്നേഹിച്ചാൽ, നമ്മുടെ കഷ്ടകാലത്തിൽ നമ്മൾ സഹായിച്ചവൻ നമ്മുടെ കൂടെ കാണും. ഇനി കൂട്ടിവെച്ചിട്ട് കാര്യമില്ല എന്ന് പഠിപ്പിച്ചൊരു ജീവിതാനുഭവമാണല്ലോ കൊറോണ. വന്ന് ഞാൻ ഇരിക്കുന്ന ദേവാലയത്തിൽ ഒരു 3 കോടി രൂപയുടെ വസ്തു അന്യസംസ്ഥാനത്ത് വിറ്റിട്ട് നാട്ടിൽ വന്ന ഒരു മനുഷ്യൻ പരിമല ആശുപത്രിയിൽ പനിയായിട്ട് കയറി തിരിച്ച് ഡെഡ് ബോഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ദേവാലയത്തിന് പടിഞ്ഞാറേ നാടകശാലയിൽ ചെന്ന് എല്ലാ കർമ്മങ്ങളും അടുത്ത് നിന്ന് ചെയ്തു കൊടുത്തു. അപ്പോൾ ഭാര്യയോട്, സമ്പന്നയായ ഭാര്യയോടും മക്കളോടും ഞാൻ പറഞ്ഞു, അപ്പൻ്റെ മുഖം ക്രിമിനേഷൻ ചെയ്യാനായിട്ട് കല്ലറയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അപ്പൻ്റെ മുഖം മുഖത്തോട് നോക്കി കാണാനായിട്ട് പറ്റും. അടുത്ത് എന്ന് അപ്പൻ്റെ മുഖം കാണാം. ദൈവത്തിൻ്റെ മഹാകരുണയാൽ സമ്പന്നനായ അപ്പൻ്റെ 7 അയലത്ത് പോലും ഭാര്യയും മക്കളും ചെന്നില്ല. കാശുള്ള അച്ചായ ഒരു പകർച്ചവ്യാധി വന്ന് മരിച്ചാൽ ഒരു ഉമ്മ പോലും കിട്ടത്തില്ല. മനസ്സിലാകുന്നു? ആധുനിക കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുക, 10-60 വർഷം ഒരുമിച്ച് ജീവിച്ച ദാമ്പത്യ ജീവിതം. നാട്ടുകാർ വരുമ്പോൾ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഉമ്മ വെച്ചോട്ട്. ഇവിടെ ഭാര്യയ്ക്കും മക്കൾക്കെങ്കിലും ആ ടിഷ്യൂ പേപ്പർ ഒന്നും ഇടാതെ ഒരു ഉമ്മയെങ്കിലും കൊടുത്തുകൂടായോ? അതുപോലും കിട്ടത്തില്ല. ചുമ്മാതാ. ഇനി പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ വിധവയായ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഭർത്താവ് മരിച്ചിട്ട് 4 വർഷക്കാലമായി. മരിച്ചതിന് ശേഷം മക്കളിൽ നിന്നോ മരുമക്കളിൽ നിന്നോ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടിയില്ല. ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർ, ജീവിച്ചിരിക്കുന്ന സ്ത്രീകളോട് ഞാൻ കാല് പിടിച്ച് പറയുക, അച്ചായൻ ജീവിച്ചിരിക്കുമ്പോഴുണ്ടല്ലോ ആ മനുഷ്യന്റെ തലയെ തീ കോരിയിട്ട് നശിപ്പിക്കരുത്. ഭർത്താവ് പോയാ പോയി. പിന്നെ ആ സ്ത്രീയെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? വിധവയെന്നാണ്. ഒരു ഭർത്താവ് കരുതിയതുപോലെ, സ്നേഹിച്ചതുപോലെ, കൊണ്ടു നടന്നതുപോലെ ഈ ലോകത്തിലെ ഒരു സമ്പന്നനായ മക്കൾക്കും ഒരമ്മയെ അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഇനി ഭാര്യമാർ ജീവിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരോട് കാലുപിടിച്ച് പറയുക, പാവം പിടിച്ച സ്ത്രീയെ ഉണ്ടല്ലോ, ജീവിച്ചിരിക്കുമ്പോ തലേ തീ കോരിയിട്ട് നശിപ്പിക്കരുത്. അലഞ്ഞു നടക്കുന്ന നായും ഭാര്യ മരിച്ചുപോയ ഭർത്താവും ഒരുപോലാണ്. മനസ്സിലാകുന്നു? അലഞ്ഞു നടക്കുന്ന നായും ഭാര്യ മരിച്ചുപോയ ഭർത്താവ് ഒരുപോലാണ്. ഒരു ഭാര്യ സ്നേഹിച്ചതുപോലെ, കൊണ്ടു നടന്നതുപോലെ, ക്ഷമിച്ചതുപോലെ, സഹിച്ചതുപോലെ ഈ ലോകത്തിൽ ഓരോ മക്കൾക്കും നമ്മളെ ആരെയും അങ്ങനെ സഹിക്കാൻ പറ്റുകയില്ല. ഫേസ്ബുക്കിൽ കണ്ട ഒരു ഭാര്യ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ഒരു പോസ്റ്റ് ഇപ്രകാരമാ: പൊന്നുപോലെ കരുതിയ ഒരു ഭാര്യ എല്ലാ ദിവസവും അങ്ങനെ കിടക്കാൻ നേരത്ത് ടേബിളിൻ്റെ സൈഡിലുള്ള ടേബിളിൽ കട്ടിലിനോട് ചേർന്നുള്ള ടേബിളിൽ ഒരു ജഗ് വെള്ളം കൊണ്ടുവെക്കും. രാത്രി സമയം മനുഷ്യൻ ഉണരുമ്പോൾ എഴുന്നേറ്റ് കുടിക്കാൻ വേണ്ടി അങ്ങനെ കൈവെള്ളയെ കൊണ്ട് നടന്ന ഭാര്യ ഒരു ദിവസം അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. മരിച്ചുപോയി കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ ഈ മനുഷ്യൻ അങ്ങനെ ഒറ്റയ്ക്ക് മുറിയിലേക്ക് കിടക്കാനായിട്ട് തുടങ്ങി. കിടന്നുറക്കം പിടിച്ച് പതിവ് പോലെ ഉണർന്നു. കുടിക്കാനായി വെള്ളം തപ്പിയപ്പോൾ വെള്ളം ഇല്ല. മകന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. മരുമകൾ വന്നു. അപ്പ എന്തു വേണം? ഒരു ഗ്ലാസ് വെള്ളം വേണം. സന്തോഷത്തോടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു. 2ാമത്തെ രാത്രിയിലും ആ മനുഷ്യൻ അങ്ങനെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ജഗ്ഗുമില്ല, വെള്ളവുമില്ല. പതുപോലെ മകന്റെ മുറിയിൽ ചെന്ന് അപ്പൻ മുട്ടുകയാണ് ഒരു ഗ്ലാസ് വെള്ളം. പക്ഷെ മകന്റെ മുഖം അത്ര സന്തോഷകരമായിരുന്നില്ല. ആ മുഖം കണ്ടപ്പോൾ പിന്നെ ആ മനുഷ്യൻ ഒരിക്കലും ആ വാതിക്കൽ പോയി ഒരിക്കലും മുട്ടിയിട്ടില്ല. ഭർത്താക്കന്മാരെ, ഒരു ഭാര്യ കരുതിയതുപോലെ, കൊണ്ടു നടന്നതുപോലെ ഈ ലോകത്തിലെ മക്കൾക്കും നമ്മളെ അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുകയില്ല. ജീവനോടെ ഭാര്യമാർ, ജീവിച്ചിരിക്കുന്ന ഭർത്താക്കന്മാർ കൂടെ പ്രാർത്ഥിക്കണം. തമ്പുരാനെ, അവൾ ഇരിക്കുമ്പോ തന്നെ എന്നെ നീ മേളിലോട്ട്
ഇപ്പോഴൊന്നും എടുക്കണ്ട, ഒരു 10-20 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് മതി കേട്ടോ. എന്നാലും അവൾ ഇരിക്കുമ്പോൾ തന്നെ എന്നെ നീ മേളിലോട്ട് എടുക്കണേ. പോക്കോട്ടെ, ക്ഷമിക്കുക, സഹിക്കുക. കുട്ടി വെച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് പഠിപ്പിച്ച 2 ജീവിതാനുഭവങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. പണ്ടത്തെ കാലഘട്ടത്തിൽ 4 കാലുകൾ കയറാതിരിക്കാൻ നമ്മളെല്ലാം വേലി കെട്ടിയല്ലോ. ആധുനിക കാലഘട്ടത്തിൽ 2 കാലുകളായി ഞാനും നിങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം മതിൽ കെട്ടി. മതിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മതി ഇതിലെയുള്ള നിന്റെ വരവെന്ന അർത്ഥം. വാതിലിൻ്റെ അർത്ഥം എന്ത്? വാ സഹോദര ഇതിലേ എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിൽ മാതാപിതാക്കളെ നമ്മൾ ഓർക്കണം, നമ്മുടെ മക്കളെ എല്ലാം വിദേശത്തേക്ക് നമ്മളിങ്ങനെ നാളെ ഞാനും പോകും, നാളെ എൻ്റെ മക്കളും പോയെന്നൊക്കെ ഇരിക്കും. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. അപ്പനും അമ്മയും ഒന്ന് മരിച്ചിട്ട് വിറ്റിട്ട് പോകാനിരിക്കുന്ന എത്രയോ വസ്തുവകകൾ, ഭവനങ്ങൾ. അപ്പനും അമ്മയും ഒന്ന് മരിച്ചിട്ട് വിറ്റിട്ട് പോകാനിരിക്കുന്ന എത്രയോ വസ്തുവകകൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇത്ര കാലം ഓടിയത്? ആർക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇത്രയും കാലം ഓടിയത്? ഞാൻ ഓർക്കാറുണ്ട്, പലപ്പോഴും സ്ത്രീ സമാജമൊക്കെ കഴിയുമ്പോൾ ചില അമ്മച്ചിമാർ പറയും, അച്ഛാ ലണ്ടനിലുള്ള എൻ്റെ കൊച്ചുമോക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ഇങ്ങനെ കുടുക്കകത്ത് ഇങ്ങനെ സമ്പാദിക്കുന്നുണ്ടെന്നാ. വയസ്സാം കാലത്ത് വല്ല ബൂസ്റ്റോ ബോൺമിറ്റോ തിന്ന് ചാകാനുള്ളതിന് ഇപ്പോഴും ആർക്ക് വേണ്ടിയിട്ടാണ്? കൊച്ചുമക്കൾക്ക് വേണ്ടി. അമ്മയപ്പന്മാരെ, നിങ്ങളുടെ പണം നിങ്ങൾക്ക് തിന്നാനുള്ളതാണ്. അമ്മയപ്പന്മാരെ, നിങ്ങൾ സമ്പാദിച്ച പണം നിങ്ങൾക്ക് സൂഹിക്കാനാണ്. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് നല്ല ജീവിതം നയിക്കാനാണ്. ലക്ഷങ്ങൾ അങ്ങനെ ബാങ്കിൽ ഇട്ടിട്ട് ഉണക്കമീൻ തിന്ന് കഴിയുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? നല്ല വില കൂടിയ പ്ലേറ്റ് മേടിക്കാൻ കഴിവുണ്ടായിട്ടും പട്ടിക്ക് കൊടുക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് മേടിച്ച് കഴിയുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? നിങ്ങളുടെ പണം നിങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്. ആരുണ്ടാകും? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരു ഇടവകയെ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പുരോഹിതന വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ കയറി ഇറങ്ങി കരുതുന്ന, പ്രാർത്ഥിക്കുന്നതിൻ്റെ എണ്ണത്തോളം പോലും വരുത്തില്ല ഇപ്പം ഉള്ള നിങ്ങളുടെ സ്വന്തം മക്കൾ. എന്നാണ് നിങ്ങളുടെ അവസാന കാലഘട്ടം വരുന്നത്? അപ്പൻ്റെ അവസാന നിമിഷം ഒന്നറിയണം. അറിഞ്ഞിട്ടോ? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, 10-80 വയസ്സ് വരെ ജീവിച്ച ഒരപ്പൻ്റെയും അമ്മയുടെയും ആ ആത്മാവിനെ 40 ദിവസം പോലും ഈ ഭൂമി ജീവിക്കാൻ ആരനുവദിക്കത്തില്ല? മക്കൾ അനുവദിക്കത്തില്ല. ഇത്രയും നാൾ സമ്പാദിച്ച ഭവനം, ഇത്രയും നാൾ സമ്പാദിച്ച വസ്തുവകൾ, ഇത്രയും ആയുസ് ജീവിച്ച ജീവിതം 40 ദിവസം പോലും നിങ്ങളുടെ ആത്മാവിനെ ഈ ഭൂമിയിൽ വെള്ളവിരി വെച്ചിട്ടൊന്ന് ജീവിക്കാൻ അനുവദിക്കാത്ത തലമുറ പറയുന്നൊരു കാര്യമാ, അച്ഛാ അങ്ങ് പോണം, വീരി ഒന്ന് എന്തോ ചെയ്യണം, മടക്കണം. എടാ, നീ എവിടാന്ന് വെച്ചാ പോക്കോ? നീ ഉണ്ടായിട്ടാണോ നിന്റെ അപ്പനും അമ്മയും ജീവിച്ചത്? അല്ലല്ലോ. ആത്മാവ് അവിടെ ഇരിക്കട്ടെ എൻ്റെ ജനമേ. നമ്മളെല്ലാം ഓർക്കണം, കൂട്ടിവെച്ച മനുഷ്യ 40 ദിവസക്കാലം പോലും തിരികത്തിക്കാനില്ലാത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഓടിയതെന്ന് ഓർക്കണം. ഓർക്കാപ്പുറത്തുണ്ടല്ലോ ചില മനുഷ്യന്മാരുടെ മുമ്പിലൊന്ന് ദൈവമാകണം എൻ്റെ ജനമേ. അതുമാത്രമേ നമ്മൾ പുണ്യമുള്ളൂ. കൂട്ടിവെച്ചിട്ടൊരു കാര്യവുമില്ല, കൂട്ടിവെച്ചിട്ടൊരു കാര്യമില്ല. ആദ്യഭാഗം വിടുകയാണ്. ദൈവത്തിൻ്റെ കരം നടത്തുന്നു എന്ന് പറയുന്ന മനുഷ്യ, നമ്മുടെ കരവും ആരുടെ കരമാകണം? ദൈവത്തിൻ്റെ കരമാകണം. രണ്ടാമത് കാനാവിലെ കല്യാണത്തിലെ ഗൃഹസ്ഥനെ നിലനിർത്തുന്ന ഒരു ബോധ്യം, ദൈവത്തിൻ്റെ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന ബോധ്യം. ദൈവത്തിൻ്റെ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന ബോധ്യം. നമ്മൾ ഓരോ ദേവാലയവും ഭവനവും സന്ദർശിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കർത്താവിൻ്റെ കയ്യിൽ ഒരു ആട്ടിൻകുട്ടി ഇരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേതായിരിക്കും കർത്താവിൻ്റെ കരത്തിലിരിക്കുന്ന ആട്ടിൻകുട്ടി? മുട്ടാടാണോ കോലാടാണോ? ഏതാട്ടിൻകുട്ടിയാണ്? കാണാതെ പോയ ആടിൻ്റെ ഉപമയിലുണ്ടല്ലോ, കാണാതെ പോയ ആടിനെ കണ്ടെത്തുമ്പോൾ ഇടയൻ അതിനെ എടുത്ത് തോളിൽ മാറോട് ചേർക്കുകയായിരിക്കും. എന്തായിരിക്കും അങ്ങനെ എടുക്കാനുള്ള കാരണം? ഇടയൻ ആടിനെ നയിക്കുന്നതുണ്ടല്ലോ, പച്ചപ്പുൽ മേടിലേക്ക് പോകുമ്പോൾ ഏറ്റവും മുമ്പിലാണ് ഇടയൻ നടക്കുന്നത്, പുറകിലാണ് ആട്ടിൻകൂട്ടം. പിന്നെ അങ്ങനെയെങ്കിൽ ആദ്യം കാലെ മുള്ളുകൊള്ളാനും പരിക്ക് പറ്റാനും സാധ്യത മുമ്പേ പോകുന്ന ഇടയൻ്റെ ആണോ ആടിൻ്റെ ആണോ? ആരുടേതാണ്? ഇടയൻ്റെ കാലയിലാണ്. ഇടയൻ്റെ കാലയിൽ മുള്ളുകൊണ്ട് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നാലെ ആരെ കൊണ്ടുപോകത്തില്ല? ആ വഴിക്ക് ആടിനെ കൊണ്ടുപോകത്തില്ല, വഴി മാറ്റി സഞ്ചരിക്കും. ഇടയനില്ലാതെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച ആടിൻ്റെ കാലിൽ എന്തു പറ്റിയിട്ടുണ്ടാകാം? പരുക്ക് പറ്റിയിട്ടുണ്ടാകാം. ബലഹീനതയുള്ളത് കൊണ്ടാണ് ഇടയൻ അതിനെ എടുത്ത് തോളിലേക്ക് മാറോട് ചേർക്കുന്നത്. അപ്പോഴോർക്കുക എൻ്റെ ജനമേ, കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ എപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്നത്? കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ എപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്നത്?
സഹിക്കാൻ വയ്യാത്ത വേദനകൾ നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുമ്പോഴാണ് കർത്താവിന്റെ കരത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടുന്നത്. ആർക്കുമില്ലാത്ത ചില സങ്കടങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുമ്പോഴാണ് കർത്താവിന്റെ കരത്തിലിരിക്കാൻ ഒരു ഭാഗ്യം കിട്ടുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന, നിങ്ങൾ എൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു സ്ത്രീയുടെ അനുഭവ സാക്ഷി വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. ഡൽഹിയിലെ പ്രശസ്തമായ ഒരു സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത ഒരു സ്ത്രീയുണ്ട്. റിട്ടയർ ചെയ്യുന്ന സമയം അവരുടെ കൈകളുടെ ഇടുപ്പുകളുടെ ഇരുവശങ്ങളിലുമായിട്ട് ചീഞ്ഞു നാറുന്ന 2 വ്രണമുണ്ടായി. ഒരു ബ്ലൗസ് പോലും അവർക്ക് ധരിക്കാനായിട്ട് പറ്റുകയില്ല. ഒരു ഷാള് മാത്രമേ അവരുടെ ശരീരത്തിടാറുള്ളൂ. ഈ രോഗവുമായി മല്ലിട്ട് കഴിയുമ്പോൾ അവർ ആരാധനയ്ക്ക് ദേവാലയത്തിൽ കടന്നു വരുന്നു. ഇവിടെ ശരീരത്തിൻ്റെ ചീഞ്ഞു നാറുന്ന ദുർഗന്ധം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ജനം പുരോഹിതനോടായിട്ട് പറയുകയും പുരോഹിതൻ പരസ്യമായിട്ട് പറയുകയാണ്, ചീഞ്ഞു നാറുന്ന വ്രണവുമായി ഒരു സ്ത്രീ കടന്നു വന്നിട്ടുണ്ട്, അവർ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകണം. അച്ഛന്മാർ ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കുമ്പസാര കൂടിൻ്റെ അവിടെ ഒരു സ്ത്രീ അങ്ങനെ നിലവിളിച്ചു കരയുകയാണ്. കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. മുഖമൊക്കെയും കറുത്ത്, ക്യാൻസർ ചികിത്സ മുഖാന്തരം മുടികളൊക്കെയും കൊഴിഞ്ഞു പോയ ഒരവസ്ഥ. ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ അച്ഛന്മാർ ടീച്ചറിനോടായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ഉടനെ ടീച്ചർ അച്ഛന്മാരോടായിട്ട് പറയുക, പൊന്നച്ഛന്മാരെ, ഇപ്പോൾ ദേവാലയത്തിൽ ആരുമില്ലല്ലോ, നിങ്ങൾ എന്നെ ഒറ്റയ്ക്കൊന്ന് പ്രാർത്ഥിക്കാൻ അനുവദിക്കണം. ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എനിക്ക് 5 കസേരകൾ വേണം. ഒന്ന് നിലത്തിരിക്കാൻ പറ്റുകയില്ല, ഉയർന്നിരിക്കുവാനായിട്ട് 2 കസേര. എൻ്റെ കൈകൾ രണ്ടും എനിക്ക് മടക്കി വെക്കാൻ പറ്റുകയില്ല, കൈകൾ രണ്ടും ഇരുവശങ്ങളിലേക്ക് വെക്കുവാനായിട്ട് 2 കസേര. കാലുകൾ രണ്ടും മടക്കി വെക്കാൻ പറ്റുകയില്ല, കാലുകൾ രണ്ടും മുൻപോട്ട് വെക്കുവാനായിട്ട് 2 കസേര. അങ്ങനെ ഈ സ്ത്രീ ദേവാലയത്തിൻ്റെ ഉള്ളിലിരുന്ന് കണ്ണുനീരോടെ സഹിക്കാൻ വയ്യാതെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, നിന്റെ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിന്റെ പുരോഹിതന്മാർ മുഖാന്തരം, സ്വന്തം ജനമുഖാന്തരം അടിച്ചു പുറത്താക്കപ്പെടുവാൻ ഇടയായി തീർന്നല്ലോ എന്നോർത്ത് സഹിക്കാൻ വയ്യാതെ ഈ സ്ത്രീ കണ്ണുനീരോടെ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവർ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്നു. ക്ഷീണിച്ചവശയായിട്ട് കടന്നു വരുന്ന സ്വന്തം ഭാര്യയുടെ ചീഞ്ഞുനാർന്ന വ്രണം വൃത്തിയാക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവ് ശരീരത്ത് കിടന്ന ഷാള് മാറ്റുമ്പോൾ ചീഞ്ഞുനാറുന്ന വ്രണമില്ല, ഒരു വ്രണത്തിൻ്റെ പാടു മാത്രം. എപ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നത്? എനിക്ക് സഹിക്കാൻ വയ്യായേന്ന് എൻ്റെ തമ്പുരാന് തോന്നുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആരുത്തരം തരുന്നത്? അവർക്ക് പറ, ദൈവം ഉത്തരം തരുന്നത്. എനിക്ക് സഹിക്കാൻ വയ്യായേ നിന്റെ തമ്പുരാന് തോന്നുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നത്. വിശുദ്ധ കന്യക മറിയാമിനോട് ഗബ്രിയേൽ ദൂതൻ കടന്നു ചെന്നിട്ട് പറയുക, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. ജനിച്ചപ്പോഴുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. എപ്പോഴാണ് ഈ കൃപ കൊടുക്കുന്നത്? ഈ ലോകത്തിൽ ഒരു സ്ത്രീയും അനുഭവിക്കാത്ത ദുരിതത്തിന്റെ, ദുഃഖത്തിന്റെ, നിന്ദയുടെ ഭാണ്ഡക്കെട്ട് അമ്മയുടെ തലയിലേക്ക് കൊടുക്കുന്നതിന് മുമ്പാണ് എന്ത് കൊടുക്കുന്നത്? കൃപ. അപ്പൊ കൃപ എന്ന് പറയുന്നത് എന്താണ്? പാടുന്നതാണോ? പ്രസംഗിക്കുന്നതാണോ? കുർബാന ചൊല്ലുന്നതാണോ? അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ കൃപ എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലും ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ നടുവിലും എൻ്റെ മകൻ, എൻ്റെ മകൾ തളരുമെന്ന് എൻ്റെ സ്വർഗത്തിലെ അപ്പന് തോന്നുമ്പോൾ ഞാനും നിങ്ങളും തളരാതിരിക്കാൻ വേണ്ടി ദൈവം എന്നെ നിങ്ങളെയും ശക്തീകരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ആ കൃപയുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇതുവരെ ആയത്. ആ കൃപ നമ്മളെ ബലപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇതുവരെ ആയത്. പ്രതിസന്ധികളുടെ മുമ്പിൽ തളരാതിരുന്നത് ആ കൃപയുള്ളത് കൊണ്ടാ. ഒറ്റപ്പെട്ടു എന്ന തോന്നലിന്റെ നടുവിൽ ഒറ്റപ്പെടാതിരുന്നത് ആ കൃപയുള്ളത് കൊണ്ടാ. മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോഴും ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ആ ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ടാ. തളരുമെന്നൊരു മനുഷ്യന് ദൈവം തോന്നുമ്പോൾ അവനെ തളർത്താതിരിക്കാൻ വേണ്ടി ദൈവം എന്ത് കൊടുക്കും? കൃപ കൊടുക്കും. കൃപ കൊടുക്കും. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഒന്ന്, ദൈവത്തിന്റെ കരമാണ് തന്നെ നടത്തുന്നതെന്ന ബോധ്യം. 2ാമത്, ദൈവത്തിന്റെ കരത്തിലാണ് താൻ ഇരിക്കുന്നതെന്ന ബോധ്യം. 3ാമത്, ഈ ഗൃഹസ്ഥനെ നിലനിർത്തുന്നത് എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തിലുള്ളതാകയാൽ എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എൻ്റെ കർത്താവിന് എന്നെ രക്ഷിക്കാൻ പറ്റും. ഒക്കുക എൻ്റെ ജനമേ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ. പക്ഷെ ഭവനം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ വികാരി അച്ഛനോട് വന്ന് പറയും, അച്ഛാ, എൻ്റെ ഭവനം ഒന്ന് അച്ഛനൊന്ന് ഉദാശ ചെയ്യണം.
പുരോഹിതൻ ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവിപ്പിക്കുന്ന ജീവൻ നൽകുന്ന വിജയശ്ലീബായുടെ മുദ്രയാൽ ഈ ഭവനം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ ഭവനം ആരുടെ കരം കൊണ്ടാണ് മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നത്? ആരുടെ കരം കൊണ്ടാണ്? ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തിൻ്റെ കരമാണ്. വാനീന്നുടയോൻ കയ്യാൽ മകുടം കോശമിറങ്ങുന്നു. നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചത് ആരാണ്? ഉറക്കെ പറ. ആരാണ്? കർത്താവാണ്. കർത്താവാണ്. നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ മക്കളെ നൽകി പരിശുദ്ധ ദേവാലയത്തിന്റെ നടയിൽ കൊണ്ടുവന്നു. പുരോഹിതൻ രണ്ടാം ഗർഭപാത്രമാകുന്ന മാമോദീസ തൊട്ടിയിൽ നിന്ന് മൂറോൻ പുരട്ടി ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ, അല്ലെങ്കിൽ മറിയം അല്ലെങ്കിൽ യോഹന്നാൻ മുദ്ര കുത്തപ്പെടുന്നു. കർത്താവിൻ്റെ വലത്തുകരം കൊണ്ട് മക്കളുടെ തിരുനെറ്റിയിൽ മുദ്രയിട്ടിട്ട് നിങ്ങളുടെ കരത്തിലേക്ക് തന്നത് ആരാണ്? കർത്താവാണ്. ഈ ഗൃഹസ്ഥൻ്റെയും ഒരു വിചാരം, എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തിലുള്ളതാകിയാൽ ഈ പ്രതിസന്ധിന്ന് എന്നെ കരകയറ്റാൻ ആർക്ക് പറ്റും? എൻ്റെ കർത്താവിന് പറ്റും. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. ബാലിൻ്റെ വിഗ്രഹം സേവിക്കുന്ന 480 പ്രവാചകന്മാർ. ആരുടെ ദൈവമാണ് ജീവനുള്ള ദൈവം എന്നൊരു വെല്ലുവിളി എതിരായിട്ട് നിൽക്കുന്നത്? ഏലിയാവിനെതിരായി നിൽക്കുന്ന 480 പ്രവാചകന്മാരാണ്. ഏലിയാവ് ആദ്യം 480 പ്രവാചകന്മാർക്ക് അവസരം കൊടുക്കുകയാണ്. അവർ ഉച്ചവരെ നിലവിളിച്ചു, ബാലെ ഇറങ്ങി വരണമേ, ബാലെ ഇറങ്ങി വരണമേ. യാഗവസ്തുവിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. തോറ്റു തുന്നം പാടിക്കഴിയുമ്പോൾ ഏലിയാവിന് അവസരം കൊടുക്കുകയാണ്. ഏലിയാവ് ഒരു യാഗപീഠം പണിതു വെച്ചു. 2 സെയ വിത്ത് വിതയ്ക്കാൻ വലിയൊരു തോടുണ്ടാക്കി തോട്ടിൽ വെള്ളം നിറച്ചു. യാഗവസ്തുവിന്മേൽ 4 ബക്കറ്റ് വെള്ളം, യാഗവസ്തുവിന്മേൽ 4 ബക്കറ്റ് വെള്ളം, വീണ്ടും 4 ബക്കറ്റ് വെള്ളം. യാഗപീഠം ഒരുക്കി വെച്ചിട്ട് ഏലിയാവ് സ്വർഗത്തിലേക്ക് 2 കരവും ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചൊറ്റ പ്രാർത്ഥനയാ, എൻ്റെ കർത്താവേ എന്നോടൊന്ന് ഉത്തരമരുളേണമേ. ഈ ജനം വിശ്വസിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി യാഗവസ്തുവിനെ ദഹിപ്പിക്കണമേ. അടുത്ത നിമിഷം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി യാഗവസ്തുവിനെയും ബലിപീഠത്തെയും യഹോവയാകുന്ന ദൈവം ദഹിപ്പിച്ചു കളഞ്ഞു. ഇതേ പ്രാർത്ഥനയായി എൻ്റെ പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയം 2 കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗത്തിലെ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി പുരോഹിതൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ എന്നോടൊന്ന് ഉത്തരമരുളേണമേ, എൻ്റെ കർത്താവേ എന്നോടൊന്ന് ഉത്തരമരുളേണമേ, എൻ്റെ കർത്താവേ എന്നോടൊന്ന് ഉത്തരമരുളേണമേ. അടുത്ത പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് ഇറങ്ങി ഈ അപ്പത്തെ കർത്താവിൻ്റെ ശരീരവും പരിശുദ്ധാത്മാവ് ഇറങ്ങി ഈ വീഞ്ഞിനെ കർത്താവിൻ്റെ രക്തവുമായി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെയെങ്കിൽ എൻ്റെ ജനമേ, പുരോഹിതൻ നിങ്ങളുടെ നാവിന്മേ തരുന്നത് അപ്പമാണോ ശരീരമാണോ? ഉറക്കപ്പറ, ഉറക്കപ്പറ. ശരീരം. പുരോഹിതൻ നിങ്ങളുടെ നാവിന്മേ തരുന്ന തീക്കട്ട കർത്താവിന്റെ ശരീരമാണ്. പുരോഹിതൻ നിങ്ങളുടെ നാവിന്മേ തരുന്നത് വീഞ്ഞാണോ രക്തമാണോ? ഉറക്കപ്പറ. രക്തമാണ്. പുരോഹിതൻ നിങ്ങളുടെ നാവിന്മേ തരുന്നത് രക്തമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ ബലിപീഠത്തിന്റെ മേൽ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി സാധാരണ അപ്പത്തെ കർത്താവിന്റെ ശരീരവും സാധാരണ വീഞ്ഞിനെ കർത്താവിന്റെ രക്തവുമായി രൂപാന്തരപ്പെടുത്തും. ഈ കാസയും ബിലാസയും ഒഴിഞ്ഞിട്ടാണ് പുരോഹിതൻ പലവട്ടം സമാധാനം ജനത്തിന്റെ മേൽ വാരി വിതറും. മനസ്സിലാകുന്നു? ആരാധനയുടെ മധ്യത്തിൽ പലവട്ടം ഈ കാസയും ബിലാസയും ഒഴിഞ്ഞ് പുരോഹിതൻ ജനത്തിന്മേൽ സമാധാനം വാരി വിതറുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ബലിപീഠത്തിലെ അപ്പം ശരീരമാകുന്നു എങ്കിൽ, ബലിപീഠത്തിലെ വീഞ്ഞ് രക്തമാകുന്നുവെങ്കിൽ, വിശ്വാസിയെ നീ ഏത് ഭാരത്തോടാണോ പ്രതിസന്ധിയോടാണോ ആലയത്തിലേക്ക് നീ കടന്നു വരുന്നത്, ബലിപീഠത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിന്റെ ശരീരത്തിന്റെ മേൽ ആരാധനയുടെ മധ്യത്തിൽ ഉണ്ടാകും. ബലിപീഠത്തിൽ ഉണ്ടാകുന്ന മാറ്റം ആരാധനയുടെ മധ്യത്തിൽ നിന്റെ മനസ്സിന്റെ മേലുണ്ടാകും. കത്തോലിക്ക സഭയിലെ ഒരു സെമിനാരി വിദ്യാർത്ഥിയുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗം വന്ന് മരിപ്പാറായി. മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാളും പഠിക്കുന്ന വിദ്യാർത്ഥിയെക്കാളും ഈ യുവാവിനൊരു പരിഗണന കൊടുക്കുക. എന്താണ്? ഈ യുവാവിൻ്റെ അമ്മ നേരത്തെ മരിച്ചു പോകും, അത് കാരണം ഈ യുവാവിനെ നേരത്തെ വൈദികനാക്കാം. അപ്രകാരം സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന യുവാവിനെ വൈദികനാക്കാനായിട്ട് മേൽപ്പട്ടക്കാരെല്ലാം ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. പട്ടംകൊട ശുശ്രൂഷ നടക്കുന്ന സമയത്തുണ്ടല്ലോ, ക്യാൻസർ രോഗം വന്ന അമ്മയെ വീൽ ചെയറിൽ ഏറ്റവും മുമ്പിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. പട്ടംകൊട ശുശ്രൂഷയെല്ലാം നടക്കുമ്പോൾ ഈ അമ്മ ഭക്തിപൂർവം
സ്വന്തം മകന്റെ പട്ടംകൊട ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു. കാണുന്നു, പട്ടംകൊട ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഈ മകൻ ആദ്യ കുർബാന ചൊല്ലാനായിട്ട് ബലിപീഠത്തിലേക്ക് കയറുകയാണ്. ആദ്യ കുർബാന ചൊല്ലാനായിട്ട് ബലിപീഠത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കാസയും പീലാസയും കയ്യിലെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി ഈ പുരോഹിതൻ ആദ്യ കുർബാന ചൊല്ലുമ്പോഴൊരു പ്രാർത്ഥനയുണ്ട്. സാധാരണ അപ്പത്തെ കർത്താവിൻ്റെ ശരീരമാക്കുന്ന പരിശുദ്ധാത്മാവേ, സാധാരണ വീഞ്ഞിനെ കർത്താവിൻ്റെ രക്തമാക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ അമ്മയുടെ മേലിറങ്ങി എൻ്റെ അമ്മയ്ക്ക് നീ സൗഖ്യം തരണമേ. കുർബാനയെല്ലാം കഴിഞ്ഞപ്പോൾ ഈ അമ്മ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മകൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയം വലിയൊരു ശക്തി എൻ്റെ മേൽ ഇറങ്ങി വരികയും എൻ്റെ രോഗത്തിൽ നിന്ന് കുർബാനയുടെ മധ്യത്തിൽ കർത്താവ് എനിക്ക് സൗഖ്യം തരികയും ചെയ്തു. അപ്പം ശരീരമാകുന്നുവെങ്കിൽ, വീഞ്ഞ് രക്തമാകുന്നുവെങ്കിൽ, എൻ്റെ ജനമേ, നീ ഏത് ഭാരത്തോടാണോ, ഏത് പ്രതിസന്ധിയോടാണോ നീ ആരാധനയ്ക്ക് വരുന്നത്, ബലിപീഠത്തിൽ ഉണ്ടാകുന്ന മാറ്റം ആരാധനയുടെ മധ്യത്തിൽ എൻ്റെ ജനത്തിന്റെ മേൽ ഇറങ്ങും, എൻ്റെ ജനത്തിന്റെ മേൽ മാറ്റമുണ്ടാക്കും. പുരോഹിതൻ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ബലിപീഠത്തോട് ചോദിക്കുന്ന 4 പ്രാർത്ഥനയുണ്ട്. അതിൽ ഒരു പ്രാർത്ഥന ഇപ്രകാരമാ: പരിശുദ്ധ ബലിപീഠമേ, ഇനി ബലി അർപ്പിക്കാനായി ബലിപീഠത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയുകയില്ല. വരാതിരുന്നാൽ, എന്താ വരാതിരുന്നാൽ, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ പേരിനെ നിന്റെ ത്രോണോസിന്റെ മേൽ ഓർത്തുകൊള്ളണമേ. ഓരോ പുരോഹിതനും ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഉണ്ടല്ലോ എൻ്റെ ജനമേ, അത് അവസാനത്തെ കുർബാനയാണ്. ഒരു ഞങ്ങളുടെ തക്സ പഠിപ്പിക്കുമ്പോൾ മേൽപ്പട്ടക്കാർ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. ഓരോ പുരോഹിതനും ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴുണ്ടല്ലോ, അത് അവസാനത്തെ കുർബാനയാണെന്ന തോന്നലോടുകൂടി വേണം പുരോഹിതൻ ബലി അർപ്പിക്കാൻ. ഓരോ വിശുദ്ധ ബലിയും അവസാനത്തേതാണെന്ന തോന്നൽ ഒരു പുരോഹിതൻ ഉണ്ടെങ്കിൽ ചങ്ക് പൊട്ടാതെ ആർക്കെങ്കിലും കുർബാന ചൊല്ലാൻ പറ്റുമോ? എൻ്റെ ജനമേ, പറ്റുമോ? മരണസമയം അറിഞ്ഞാൽ ആരും ഒന്ന് പേടിക്കും. ഓരോ വിശുദ്ധ കുർബാനയും പുരോഹിതന്റെ അവസാനത്തെ കുർബാനയാണെങ്കിൽ എൻ്റെ ജനമേ, നിങ്ങളുടെ ഓരോ കുർബാനയും നിങ്ങളുടെ ഓരോ കുർബാനയും അവസാനത്തേതാണ്. ഓരോ വിശ്വാസിയുടെയും ഓരോ കുർബാനയും അവസാനത്തെ കുർബാനയാ. അടുത്ത ഞായറാഴ്ചത്തെ കുർബാന അവസാനത്തെ കുർബാനയാണ്. ഇന്ന് രാത്രി വന്ന് കർത്താവ് പറയുക കേട്ടോ, ലീലാമ്മേ, ശോശാമ്മേ, ചാക്കോച്ച, അടുത്ത ഞായറാഴ്ചത്തെ കുർബാന നിങ്ങളുടെ അവസാനത്തെ കുർബാനയാ. 7 മണിക്ക് തുടങ്ങുന്ന പ്രഭാത നമസ്കാരം അവസാനത്തെ കുർബാനയാണെങ്കിൽ എത്ര മണിക്ക് വരും? ഉറക്കെ പറ, എത്ര മണിക്ക് വരും? എത്ര മണിക്ക് വരും? അവസാനത്തെ കുർബാനയാണ്, ലാസ്റ്റ് കുർബാനയാണ് നിങ്ങളുടെ ജീവിതത്തില്. 7 മണിക്ക് പ്രഭാത നമസ്കാരം തുടങ്ങുകയാണെങ്കിൽ എത്ര മണിക്ക് വരും? 6:30 വരും. ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കുമോ, പുറകിൽ വന്ന് നിൽക്കുമോ? മുമ്പിൽ വന്ന് നിൽക്കും. കരഞ്ഞോണ്ട് നിൽക്കുമോ, ചിരിച്ചോണ്ട് നിൽക്കുമോ? കരഞ്ഞോണ്ട് നിൽക്കും. ഓരോ കുർബാനയും അവസാനത്തെ കുർബാനയാണ്. ഇനി ഓർക്ക്, എൻ്റെ ചിന്തയെ പുസ്തകത്തിൽ വായിച്ചൊന്നുമില്ല, എൻ്റെ ചിന്തയെ കേട്ടോ, ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് സമ്പന്നനാണോ ദരിദ്രനാണോ? ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ ഒരു കാലഘട്ടത്തിൽ ദൈവമേ ഒരു 10 രൂപയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് സമാധാനമായിരുന്നു. ചോദിച്ചുടനെ 10 രൂപ കിട്ടി, 100 രൂപ കിട്ടി, 1000 രൂപ കിട്ടി. ദൈവം എന്നെ സമ്പന്നനാക്കിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഏതൊരു ദരിദ്രനേക്കാളും ദൈവം അനുഗ്രഹിച്ചേക്കുന്ന ആരെയാണ്? ഉറക്കെ പറ, സമ്പന്നനെയാണ്. ദൈവമാണ് നിന്നെ സമ്പന്നനാക്കിയത്. ദൈവമാണ്, ദൈവത്തെ നീ അനുഗ്രഹം പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഏറ്റവും കൂടുതൽ അനുഗ്രഹം പ്രാപിച്ചേക്കുന്ന ദരിദ്രനാണോ സമ്പന്നനാണോ? സമ്പന്നനാണ്. ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് സമ്പന്നനാണോ ദരിദ്രനാണോ? മിണ്ടുന്നില്ലല്ലോ. സമ്പന്നന്മാരാണ്. ദൈവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഏതൊരു ദരിദ്രന്റെ കൂടെ ദൈവമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവം അനുഗ്രഹിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം സമ്പന്നനെയാണ്. ഇനി ഓർക്കേണ്ട കാര്യം, ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് വിദ്യ ഉള്ളവനാണോ വിദ്യ ഇല്ലാത്തവനാണോ? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവമേ ഇച്ചിരിയും കൂടി ജ്ഞാനമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പൊട്ടനാകത്തില്ലായിരുന്നല്ലോ. മനസ്സിലാകുന്നു? ഇച്ചിരി കൂടെ ജ്ഞാനവും വിവരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, വിദ്യാഭ്യാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, എന്നെക്കാളും വിദ്യ ഉള്ളവനെ കാണുമ്പോഴും, എന്നെക്കാളും വിദ്യാഭ്യാസം കൂടുതലുള്ളവനെ കാണുമ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ദൈവം എന്നെക്കാളും കൂടുതൽ അവനെയാണ് അനുഗ്രഹിച്ചേക്കുന്നത്. ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് സമ്പന്നനും ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് വിദ്യയുള്ളവനുമാണ്. 20 വർഷക്കാലം കഴിഞ്ഞു വൈദികനായിട്ട്.
ഏറ്റവും കൂടുതൽ പള്ളിയെയും, നിങ്ങളെ ആരെയും എനിക്കറിയത്തില്ല കേട്ടോ, ഏറ്റവും കൂടുതൽ ഈ പള്ളിയെയും അച്ഛന്മാരെയും സങ്കടപ്പെടുത്തിയേക്കുന്നതും വേദനിപ്പിച്ചേക്കുന്നതും വിദ്യയുള്ളവനാണോ വിദ്യയില്ലാത്തവനാണോ? ഉറക്കെ പറ. വിദ്യയുള്ളവനാണ്. ഏറ്റവും കൂടുതൽ പള്ളിയെയും പൗരോഹിത്യയെയും സഭയെയും ദ്രോഹിച്ചേക്കുന്നത് വിദ്യയുള്ളവനാണ്. ഏറ്റവും കൂടുതൽ പള്ളിയെയും വൈദികരെയും സഭയെയും ആത്മീയ കാര്യങ്ങളെയും ദ്രോഹിക്കുന്നത് സമ്പത്തുള്ളവനാണോ സമ്പത്തില്ലാത്തവനാണോ? ഉറക്കെ പറ. സമ്പത്തുള്ളവനാണ്. സമ്പന്നന്മാരാണ് പലയിടത്തും കോടാലി. സമ്പന്നന്മാരാണ് പലയിടത്തും സമാധാനം കളയുന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, വിദ്യയുള്ളവനെ സമ്പത്തുള്ളവനെ നീ ഒന്ന് ഓർക്കണം. വളർത്താൻ തമ്പുരാൻ ഒരു നിമിഷം മതി, തളർത്താനും തമ്പുരാന് ഒരു നിമിഷം മതി. വളരും തോറും വളയണം, വളർത്തും തോറും വളയണം, ചൂണ്ടയുടെ കൊളുത്തുപോലെ വളയണം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, വാരിക്കോരി കാസായും പിലാസം ഒടിഞ്ഞിട്ട് പുരോഹിതൻ നമുക്ക് വാരിക്കോരി സമാധാനം തരും. അന്നേരം നമ്മുടെ ഒരു നിപ്പുണ്ട്, വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട്, മനസ്സിലാവുന്നു എങ്ങനെ സമാധാനം പ്രാപിക്കേണ്ടത്. പലവട്ടം പുരോഹിതൻ നമ്മളെന്നിട്ട് പറയും, എനിക്ക് പള്ളി ചെന്നിട്ടൊന്നും കിട്ടിയില്ല. എങ്ങനെ കിട്ടും? നിന്റെ നിപ്പ് കണ്ടാൽ എങ്ങനെ കൊടുക്കാൻ തോന്നും? നിന്റെ നിപ്പ് കണ്ടാൽ എങ്ങനെ കിട്ടും? ആലയത്തിലേക്ക് വരുമ്പോൾ ചൂണ്ടയുടെ കൊളുത്തുപോലെ പുരോഹിതന് സമാധാനം തരുമ്പോൾ രണ്ട് കൈയും മടങ്ങി തല ചൂണ്ടയുടെ കൊളുത്തുപോലെ വണങ്ങി നിൽക്കണം, എന്നാലേ അനുഗ്രഹം വരുത്തുള്ളൂ. നിപ്പിന്റെ പാപമാണ് ഹൃദയത്തിന്റെ താഴ്മ. മനസ്സിലാകുന്നോ? ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിലവാരം അറിയണമെങ്കിൽ അവന്റെ നിപ്പിന്റെ ഭാവം കണ്ടാൽ മതി. ആലയത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് വരുമ്പോൾ ചൂണ്ടയുടെ കൊളുത്തുപോലെ വളയണം. വളർത്തും തോറും വളയണം, വളർത്തും തോറും വളയണം. ഓർക്കുക മാതാപിതാക്കളെ, വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിലുള്ളതാകിയാൽ മാറ്റമുണ്ടാക്കാൻ ആർക്ക് പറ്റും? ആർക്ക് പറ്റും? എൻ്റെ കർത്താവിന് പറ്റും. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ആരും ഒരിക്കലും പരിഭവപ്പെടരുത്. നടക്കാത്ത കാര്യങ്ങളെ ഓർത്തും നമ്മൾ ആരും ഒരിക്കലും പരിഭവപ്പെടരുത്. നടത്തിയ കാര്യങ്ങളെ ഓർത്ത്, കിട്ടിയ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി സ്തോത്രവുമുള്ളവരാകണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, കാനാവിലെ കല്യാണം. പലപ്പോഴും ആ വേദഭാഗം കേട്ടിട്ടുണ്ടെങ്കിലും നിശബ്ദനായ ഒരു ഗൃഹസ്ഥനുണ്ട്. ആരാണ് ഗൃഹസ്ഥൻ? ജീവിത അവസാനം വരെ, കുഴിമാടം വരെ ഹൃദയത്തിൻ്റെ നെരിപ്പോടുമായി നടക്കുന്ന ഒരു ഗൃഹസ്ഥൻ. അപ്പനെ തിരിച്ചറിയണം, അപ്പൻ്റെ വേദന അറിയണം. അപ്പനെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. കാനാവിലെ കല്യാണത്തിനെ ഗൃഹസ്ഥനെ നിലനിർത്തുന്നത് ഒന്നാമത് ദൈവത്തിൻ്റെ കരമാണ് തന്നെ നടത്തുന്നതെന്ന ബോധ്യം. ദൈവത്തിൻ്റെ കരം എങ്ങനെയാണ് നടത്തുന്നത്? പ്രാർത്ഥന എന്ന ബന്ധം ദൈവത്തോടുള്ളവനാണ്. ദൈവത്തിൻ്റെ കരമാണ് തന്നെ നടത്തുന്ന ബോധ്യം. എൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ മനസ്സിലേക്കും ദൈവത്തിൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തിലേക്ക് പകരുന്നതുമാണ് പ്രാർത്ഥന. അന്നയുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയം പകരുകയത്രേ ചെയ്തത്. ദൈവത്തിൻ്റെ കരം കൂടെയുള്ളത് കൊണ്ട് യോസഫിനെ യഹോവയാകുന്ന ദൈവം നടത്തുകയാണ്. യോസഫിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കാര്യം എങ്ങനെയൊക്കെയാണ്? അകലം പാലിക്കേണ്ട ചില മമതകളിൽ അകലം പാലിക്കാൻ യോസഫിനെ ഇടയാക്കിയത് ആരുടെ കരം കൂടെയുള്ളത് കൊണ്ടാണ്? ദൈവത്തിൻ്റെ കരം. ഒറ്റപ്പെട്ടു എന്ന തോന്നലിന്റെ നടുവിൽ ഒറ്റപ്പെടാതിരുന്നത് ആരുടെ കരം കൂടെയുള്ളത് കൊണ്ടാണ്? ദൈവത്തിൻ്റെ കരം. പ്രതികാരം ചെയ്യാനുള്ള അധികാരവും സ്വാതന്ത്ര്യമുണ്ടായിട്ടും പ്രതികാരം ചെയ്യാതെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയത് ആരുടെ കരം കൂടെയുള്ളത് കൊണ്ടാണ്? ദൈവത്തിൻ്റെ കരം. ദൈവത്തിൻ്റെ കരം നടത്തുന്നു എന്ന് പറയുന്ന മനുഷ്യ, നമ്മുടെ ജീവിതയാത്രയിലും നമ്മുടെ കരവും ആരുടെ കരമാകണം? ദൈവത്തിൻ്റെ കരം. കൂട്ടിവെക്കല്, അവനവനുള്ള സമ്പാദ്യം അവനവന് തന്നെ ഉള്ളതാണ്. ഒന്നും കൊണ്ടുവന്നില്ല, തിരിച്ചൊന്നും പോകുമ്പോഴും കൊണ്ടുപോകുന്നില്ല. ഒന്നും കൊണ്ടുവന്നില്ല, തിരിച്ചൊന്നും കൊണ്ടുപോകുമ്പോഴും പോകുന്നില്ല. പക്ഷെ ജീവിതയാത്രയിൽ ചില പുണ്യമാകാൻ ദൈവത്തിൻ്റെ കരമാകാൻ പറ്റണം. രണ്ടാമത് ദൈവത്തിൻ്റെ കരത്തിലാണ് ഇരിക്കുന്നതെന്ന ബോധ്യം. എപ്പോഴാണ് കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടുന്നത്? ഏറ്റവും ബലഹീനനാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കരത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടുന്നത്. എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്? സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ എപ്പോഴുണ്ടാകുന്നു അപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. എപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ കിട്ടുന്നത്? ഏറ്റവും തളരുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ കിട്ടുന്നത്. മൂന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ സാന്നിധ്യം ഭവനത്തിലുള്ളതാകിയാൽ മാറ്റമുണ്ടാക്കാൻ എൻ്റെ കർത്താവിന് പറ്റും. ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് യാഗപീഠത്തിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് മാറ്റമുണ്ടാക്കി. ബലിപീഠത്തിൻ്റെ മേൽ പുരോഹിതന്റെ പ്രാർത്ഥന, ജനത്തിൻ്റെ പ്രാർത്ഥന, ആരാധനയുടെ മധ്യത്തിൽ അപ്പം ശരീരമാകും, വീഞ്ഞ് രക്തമാകും. ആ മാറ്റം ബലിപീഠത്തിൽ ഉണ്ടാകുന്നെങ്കിൽ ആരാധനയുടെ മധ്യത്തിൽ ജനത്തിൻ്റെ മേലും
മാറ്റമുണ്ടാകും. വളർത്തുന്തോറും വളയണം, വളർത്തുന്തോറും വളയണം. അപ്പോഴേ തമ്പുരാൻ വീണ്ടും വീണ്ടും വളർത്തുകയുള്ളൂ. വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്.